ഒരു ദിവസം പോലും എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് പൈസ ലഭിക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. ഈ ദിവസം ഒരു ആവറേജ് നമുക്ക് എടുക്കുവാണെങ്കിൽ ചില മാസങ്ങളിൽ 2-2.5 ലക്ഷം രൂപയോളം എനിക്ക് കിട്ടുന്ന മാസമുണ്ട്. പിന്നെ എനിക്ക് മാറാൻ കഴിയാം, ലോകത്ത് ഫുള്ള് നെഗറ്റീവായിരുന്ന എനിക്ക് മാറാൻ കഴിയുമെങ്കിൽ എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ ഈ ഒരു ക്ലാസ്, ഇത് ശരിക്കും എങ്ങും കിട്ടുന്നതല്ല. ഇത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പാണ് ടീച്ചറമ്മയുടെ ഈ ഒരു ക്ലാസ്. ഇത് ഈ ലോകത്തിലെ, ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ അനേക വ്യക്തിത്വങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ക്ലാസ് ആക്കി. ഹായ് വസന്ത മാം, ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂ സെഷനിലേക്ക് സ്വാഗതം. സ്വാഗതം ടീച്ചറമ്മ. അപ്പോ മൈൻഡ് പവർ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിന്റെ അനന്തമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈഫിൽ എന്തും നേടാൻ പറ്റും എന്നുള്ളത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അതുപോലെ ചിലർക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്തവരുണ്ട്. അപ്പോൾ അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഞാനൊരു ഹെൽത്ത് ബ്ലെസ്സിങ്ങുമായിട്ട് കിടക്കുമ്പോഴാണ് ഞാൻ ടീച്ചറമ്മയുടെ വീഡിയോ ഏപ്രിൽ 2025 കാണാനിടയായത്. അപ്പോഴ് ഹെൽത്ത് ഞാൻ ആദ്യം യൂട്യൂബ് കേൾക്കുന്നത് തന്നെ ടീച്ചറമ്മയുടെ ഹെൽത്ത് ബ്ലെസ്സിങ്ങുമായിട്ട് ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചുള്ള വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോഴെനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ കുറച്ച് വീണ്ടും ഞാൻ കാണാൻ ഇടയായി. അപ്പോഴും ഞാൻ ആ ഹെൽത്ത് അഫർമേഷൻ ഇതിൽ തന്നെ കിടപ്പുണ്ട്, അത് കേൾക്കാൻ പറഞ്ഞു. ഞാൻ 2-3 ദിവസം ആ ഹെൽത്ത് അഫർമേഷൻ തുടരെ എപ്പോഴും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എനിക്കതെല്ലാം ബൈഹാർട്ടാണ്. കാരണം അതിനെ തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു 3 ദിവസമായപ്പോ എനിക്ക് ആ പെയിൻ കുറയുന്നതായിട്ട് എനിക്ക് തന്നെ അനുഭവിക്കാൻ ഞാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ 3 ദിവസം കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച ചെക്കപ്പ് ഉണ്ടായിരുന്നു. വീണ്ടും ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹെൻറി ആയിരുന്നു എന്നെ ഓർത്തോ ഓഫീസ്, അവിടുത്തെ പ്രൊഫസറായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴേ സാറ് നേരെ അവിടുത്തെ ന്യൂറോ സർജൻ കിരൺ സാറിന് റെഫർ ചെയ്തു. കിരൺ സാറ് എന്റെ MRI സ്കാൻ എടുത്തപ്പോഴും പറഞ്ഞ് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, നട്ടല് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇങ്ങനെ ഡിസ്ക് അകർന്നിരിക്കുകയാണ് ഡിസ്ക് എന്ന് പറഞ്ഞു. അതിന് എനിക്ക് പെയിൻ കൊണ്ട് നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ്. പക്ഷെ ഓരോ ദിവസവും ഈ ഹെൽത്ത് അഫർമേഷൻ ഞാൻ കേൾക്കാൻ തുടങ്ങി. ആരും പറഞ്ഞല്ല, എന്റെ അനുഭവമാണ്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഈ വീഡിയോ 3 ദിവസം ഞാൻ ഹെൽത്ത് അഫർമേഷൻ മുഴുവനും കേട്ടു. അത് ഏതാണ്ട് 1 മണിക്കൂറോളം ഉണ്ട്. അത് കംപ്ലീറ്റ് ഇങ്ങനെ തുടരെ ഇട്ട് വേദന എപ്പം പെയിൻ തുടങ്ങാം അപ്പോഴും ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കട്ടിലെ ഇങ്ങനെ ഒരു കിടക്കുക, റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടന്ന് നല്ല കുറച്ച് ദിവസം, ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് നല്ല വേദനയിൽ കുറവ് സംഭവിക്കാൻ തുടങ്ങി. അത് യാഥാർത്ഥ്യമാണ്. ക്ലാസ്സില് ശരിക്കും മെയ് മാസത്തിലെ സിൽവർ ക്ലാസ്സിൽ അങ്ങ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് എന്റെ പോരായ്മകൾ, എന്റെ കുറവുകൾ എന്താണ്, എനിക്ക് എവിടാണ് പ്രശ്നം വന്നത്, ഹെൽത്ത് ബ്ലെസ്സിങ് വന്നത് എന്തുകൊണ്ടാണ്, നിറയെ എല്ലാവരും ശത്രുക്കൾ, മീൻസ് ആര് എന്നോട് ദേഷ്യം കാണിക്കുന്ന അവരോടൊക്കെ അടങ്ങാത്ത ഒരു ദേഷ്യവും പകയും എനിക്കുണ്ടായിരുന്നു. അത് എനിക്ക് അവരോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ക്ഷമിക്കാൻ എനിക്ക്, കാരണം എന്നെ ഇത്രയും ഞാൻ അവരെ സ്നേഹിച്ച്, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്, ഞാൻ എന്റെ എല്ലാ സകലതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും ഞാൻ കഴിക്കാതെ അങ്ങനെ കൊടുത്ത ഒരുപാട് പേര്, പല സാഹചര്യത്തിലും സഹായിച്ച വ്യക്തിത്വങ്ങളൊക്കെ എന്റെ സഹോദരങ്ങളടക്കം, ഹസ്ബൻഡിന്റെ സഹോദരങ്ങളടക്കം, റിലേഷൻ വരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം, എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പോയത് സത്യമാണ്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഞാൻ ആ ഒരു അവസരത്തിൽ നിന്ന് അന്നേരം എന്റെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്റെ നെഗറ്റീവ് ഫ്രീക്വൻസിയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള തിരിച്ചറിവ് ഞാൻ ഉണ്ടാക്കിയത് ടീച്ചറമ്മയുടെ ആ സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ്സിൽ ചേർന്നതിന് ശേഷം. അപ്പോഴ് ആ സിൽവർ ക്ലാസ്സിൽ ഞാൻ 1 മാസമേ പൈസ അടച്ചുള്ളൂ. അടച്ചപ്പോഴത്തേക്ക് ആ 30 ദിവസത്തെ ക്ലാസ് ശരിക്കും അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് തോന്നി, ഇത് മാത്രം പോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. എനിക്കിത് ഒരു എന്നൊരു അക്ഷരം ആയിട്ടുള്ളൂ. ഇനി Z വരെയുള്ള അക്ഷരം എന്റെ ജീവിതത്തില് എനിക്ക് അത് ഞാൻ പാലിച്ചു കഴിഞ്ഞാൽ, കുറവുകളെ പരിഹരിച്ചാൽ നമുക്ക് 100% റിസൾട്ട് വരുമെന്ന് ഞാൻ അനുഭവത്തിലൂടെ പഠിക്കാൻ തുടങ്ങി. എന്റെ റിസൾട്ട് ഓരോ ദിവസവും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇത് മറ്റാരോടും പറയുന്നില്ല. വീട്ടിലെ മാറ്റങ്ങൾ ഞാൻ അധികം മറ്റേത് എപ്പോഴും സംസാരിച്ച്, എന്തിനും ഹസ്ബൻഡ് ഞാനും ഹസ്ബൻഡുമായിട്ട് ഇപ്പൊ 32 വർഷം, 33ാമത്തെ വർഷം വിവാഹം കഴിഞ്ഞിട്ട് 33 വർഷമായി.
ആ 33 വർഷത്തില് ശരിക്കും ഹസ്ബൻഡ് ആർമിയിലായിരുന്ന സമയത്ത് ലെറ്ററിലൂടെ ഒരു സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നതല്ലാതെ നമ്മുടെ മുഖാമുഖം കാണുമ്പോൾ എപ്പോഴും ദേഷ്യവും ഭയങ്കര ഒരു പകയോട് കൂടിയ ഒരു സ്വഭാവമായിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, ഉള്ളിൽ സ്നേഹം കാണും പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ജനിച്ചതും വളർന്നതും സാഹചര്യമായിരിക്കാം, അല്ലെ ട്രെയിനിങ് ആയിരിക്കാം എന്നൊക്കെ ഞാൻ എപ്പോഴും, പക്ഷെ പല പ്രാവശ്യം ഇങ്ങനെ സ്നേഹം കിട്ടേണ്ട സമയത്തൊക്കെ സ്നേഹം കിട്ടാതിരുന്നപ്പോഴും ഞാൻ വിചാരിച്ച് ഇത് എന്തായിരിക്കും, എന്റെ കുറവാണോ അതോ എന്റെ മുജ്ജന്മം ചെയ്ത പാപത്തിന്റെ ഫലമാണോ ഇങ്ങനെ ഞാൻ അനുഭവിക്കുന്നത്? ഒരു ഗസറ്റഡ് ഓഫീസറായി ഞാൻ ഇത്രയും 31 വർഷം സർവീസ് ചെയ്ത് ഹസ്ബൻഡിന്റെ ഫാമിലിക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ ഞാൻ അവരെ വിവാഹം നടത്തി കൊടുത്ത് എല്ലാം ചെയ്ത്, അച്ഛന് സുഖമില്ലാണ്ട് കിടന്നപ്പോ അമ്മായി അച്ഛന് ഞാനാ കൂടെ നിന്നതും എല്ലാ സംരക്ഷണവും, ബില്ല് പേയിങ് അവരെയൊക്കെ ഞാൻ അങ്ങനെ നോക്കിയിട്ട് അവസാനം എനിക്ക് വളരെ വളരെ വേദനയോടുകൂടി ഒരു സമീപനം. എല്ലാവരും ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒരു സ്നേഹം നമുക്ക് ഉണ്ടാവണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എനിക്കത് ശരിക്ക് പറഞ്ഞ് അനുഭവിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഈ സിൽവർ ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് വരെ. അങ്ങനെ ഞാന് എപ്പോഴും ദേഷ്യം, ഒരു വഴക്ക് പറയുമ്പോ ഞാൻ അതിന് മറുപടി പറയും, പിന്നെ അവിടുന്ന് വേറെ പ്രശ്നം തുടങ്ങും. അന്നേരം അതൊന്നും മറുപടി പറയാതെ നമുക്ക് എല്ലാം സഹിക്കാനും പൊറുക്കാനും നമ്മള് പഠിക്കുക. ആ ഒരു പാഠമാണ് ശരിക്കും ടീച്ചറമ്മേന്ന് ആരോടും ദേഷ്യം കാണരുത്. ഈ ക്ലാസ്സിലൂടെ ഞാൻ പഠിച്ചത് അതാ. ആരോടും അതായത് ദേഷ്യം. നമുക്കൊരു 32 വർഷത്തോളം അല്ലെങ്കിൽ 33 വർഷം കീരിയും പാമ്പും പോലെ ഒരു ജീവിച്ച ജീവിതമായിരുന്നു അല്ലെ? യെസ് യെസ് ടീച്ചറമ്മ. അത് ഒരിക്കലും മുഖാമുഖം നോക്കത്തില്ല. ഒരു മുഖം നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും എവിടുന്ന് പണ്ട് എന്തെങ്കിലും ജന്മനാ ഉള്ള ഒരു ഓർമ്മകളിൽ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എടുത്തിടും. അപ്പോഴും ഞാൻ അതിന് മറുപടി പറയും. അങ്ങനെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ, അല്ലെ എന്റെ വീട്ടുകാരെ പുള്ളി പറയും. അപ്പോഴും എനിക്ക് സഹിക്കത്തില്ല. അങ്ങനെ മറുപടികളുടെ അങ്ങോട്ടും മേളിൽ മറുപടി, ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈഗോ ക്ലാഷുകളായിരുന്നു. അത് എവിടെ നമ്മളൊന്ന് തോറ്റു കൊടുക്കാം, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ തയ്യാറായി, നമുക്കിപ്പോ എന്ത് പറഞ്ഞാലും ഒരു വിഷയം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയപ്പോഴത്തേക്ക് വീട്ടിലെ അവസ്ഥകൾ മാറി. മക്കൾ രണ്ടുപേരും പുറത്താണുള്ളത്, UK-യിലാണ്. അപ്പോഴും ഇന്ന് അച്ഛന്റെ കുറവുകൾ അമ്മയുടെയും ഇങ്ങനെ വഴക്കുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ട് മക്കൾ കേൾക്കുന്ന അവസ്ഥയായിരുന്നു ഈ ഏപ്രിൽ മാസം വരെ. അതിനുശേഷം മക്കള് മക്കൾക്കും ഇവിടെ സ്വസ്ഥതയും ഹാപ്പിയായി സമാധാനവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അല്ലെ? അവസ്ഥയായിരുന്നു. എന്റെ മോൻ പറയാം, അമ്മ എങ്ങനെ 32 വർഷം അച്ഛനോട് ഇങ്ങനെ ജീവിച്ചു, എങ്ങനെ ജീവിച്ചു, ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ജീവിക്കാൻ വയ്യ. ഇപ്പോഴും എന്താ പറയാ, അച്ഛൻ എന്തു അമ്മ അച്ഛൻ ഇപ്പൊ ഇത്തിരി മാറ്റമല്ലോ, എന്ത് സംഭവിച്ചു ഇപ്രാവശ്യം വരുന്നത്? മോൻ അതുപോലെ 9ാം മാം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതൊന്നും സാറിന് ആദ്യം ഇഷ്ടമായിരുന്നില്ലല്ലോ. അത് ക്ലാസ്സിലോട്ട് കയറുമ്പോ ഭയങ്കര ദേഷ്യം. ആദ്യം പറയും വേറെ, അത് ഒളിച്ച് ഞാൻ മോളി കഥമൊക്കെ അടച്ചിട്ടായിരിക്കും. അത്ര ജനലേ വന്നിങ്ങനെ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് വരുമായിരുന്നു. ആദ്യമൊക്കെ നല്ല മദ്യപാനിയായിരുന്നു, നല്ല മദ്യപിക്കുമായിരുന്നു. മിലിറ്ററിക്കാരനാണല്ലോ. അന്നേരം കഴിക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മളോട് ദേഷ്യം കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങി. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ മൈൻഡ് ക്ലെൻസിംഗ് ലെറ്റർ എഴുതി ഹസ്ബൻഡിന് ഒരു പ്രേമലേഖനം എഴുതാൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ടവർക്ക് ഒരു പ്രേമലേഖനം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രേമലേഖനം അങ്ങ് എഴുതി. എന്റെ ഹസ്ബൻഡ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട, എന്റെ ജീവനതുല്യ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവ് അറിയുന്ന എന്ന് പറഞ്ഞൊരു പ്രേമലേഖനം 1.5 പേജ് എഴുതി അവിടെ വെച്ചിരുന്നു. അത് ഞാൻ അവിടെ വെച്ച് ഞാൻ ആർക്കും വായിച്ചതുമില്ല, കൊടുത്തതുമില്ല, കൊടുക്കാൻ ഒക്കുന്ന സാഹചര്യമല്ല. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത് അതെല്ലാം വായിച്ചു നോക്കി പുള്ളി. വായിച്ചു. അപ്പോഴും മനസ്സിലായി കാര്യമുള്ള കാര്യമാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത് അല്ലെ? അതിനുശേഷമാണ് എനിക്ക് അന്നേരം ഒരു ബോധ്യം ഉണ്ടായത്. ഈ ലെറ്ററുകളെല്ലാം ഇങ്ങനെ എടുത്ത് ഞാൻ ഇല്ലാത്തപ്പോ ഞാൻ എഴുതി വെക്കുന്നതൊക്കെ എടുത്ത് വായിക്കാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എല്ലാവരെയും സ്നേഹിക്കുന്ന, ആരോടും ദേഷ്യമില്ല, ഇന്ന വ്യക്തികളോട് ദേഷ്യമുള്ള ഒരു 5 വ്യക്തികളോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ഞാൻ ഓരോരുത്തരെ എഴുതിയിട്ട് അവരെ തിരിച്ച് ഓപ്പോസിറ്റ് എഴുതാൻ പറഞ്ഞു. അപ്പോഴും ഹസ്ബൻഡിന്റെ പെങ്ങളെ കുറിച്ച്, അമ്മയെ കുറിച്ച്, അവരൊക്കെ നമ്മളെ കൊല്ലാൻ നടക്കുന്ന ആളുകളായിരുന്നു. അവരൊക്കെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവരുടെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നൊക്കെ എഴുതി വെച്ച്, ഹസ്ബൻഡിനെ എനിക്ക് ഒരു ദേഷ്യമില്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും കാണപ്പെട്ട ദൈവം, ഇങ്ങനെയൊക്കെ എഴുതി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഉമ്മ എന്നൊക്കെ എഴുതി വെച്ചപ്പോഴത്തേക്ക് അതൊക്കെ വായിച്ചിങ്ങനെ അന്നേരം മാറ്റം ഉള്ളില് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം മറ്റേത് എന്നെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇട്ട് കേൾക്കുമായിരുന്നു, വേറെ മൊബൈലില്. അന്നേരം സൗണ്ട് വെച്ചിട്ട്. പിന്നെ അത് എല്ലാം നിർത്തിയിട്ട് ഈ ക്ലാസ് സൈലന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കേൾക്കാൻ തുടങ്ങി. ഞാൻ കണ്ടില്ല, വരുന്നില്ല. എന്നിട്ട് ഡാൻസ്, ഞാൻ ഇങ്ങനെ ടീച്ചറമ്മ ഡാൻസ് കളിക്കുക, പാട്ടിടുമ്പോഴത്തേക്ക്
ആദ്യമൊക്കെ വേറെ ഒരു പണിയില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വഴക്ക് പറയുന്ന ആൾ. പിന്നെ ഡാൻസ് കളിക്കാൻ, നീ ഡാൻസ് കളിക്കുന്നില്ലേ, പാട്ട് വന്നല്ലോ, അങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കാണാനും കേൾക്കാനും അതില് മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ സത്യമായ കാര്യമാണ്. അതിവിടെ ജനലിന്റെ അപ്പുറത്ത് നിപ്പോണ്ട് അങ്ങ് വെളിയിൽ നിന്നിട്ട് കേൾക്കുന്നുണ്ട്. അന്നേരം അത് അത് കറക്റ്റ് ആയിട്ട് അത് എൻജോയ് ചെയ്യാനും പിന്നെ ക്ലാസ്, എന്നിട്ട് ഞാൻ എന്തെങ്കിലും യാദൃച്ഛയായിട്ട് എന്നോട് ദേഷ്യപ്പെടും, പറയും ആ പിന്നെ നീ എന്തിനാ ക്ലാസ് അറ്റൻഡ് ചെയ്ത്, ഞാൻ എന്തെങ്കിലും ഒരു മറുപടി പറയാം, ഞാൻ ടീച്ചറമ്മയെ വിളിക്കാം, ഞാൻ വിളിച്ചിട്ട് ഇത് കുറവുകൾ പറയാൻ തന്നെ അങ്ങോട്ട് പറയാം, എന്തെങ്കിലും ഞാൻ ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയൂ, ഞാൻ ഒരു മനുഷ്യനല്ലേ, നിങ്ങൾ നെഗറ്റീവ് ആക്കാതിരി. അന്നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരുപാട് ചേഞ്ച് എന്റെ വീട്ടില് സത്യം പറഞ്ഞാല് സംഭവം എല്ലാ മേഖലയിലും ഹെൽത്ത് ബ്ലെസ്സിങ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറി. വെരി ആ ഗുഡ്. ഇപ്പൊ കംപ്ലീറ്റ് മാറി. കംപ്ലീറ്റ് മറിച്ച് എത്ര വർഷമായിട്ടുണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു? ഒരു ഏതാണ്ട് ഒരു 4 വർഷം എനിക്കിത് പ്രകടമായിട്ട് ആ, വേദന അത് കൊണ്ട് നടക്കുമായിരുന്നു. പല ട്രീറ്റ്മെന്റ് എന്തായിരുന്നു ചെയ്തിട്ടും നടുവിന്റെ പ്രശ്നം? എന്തായിരുന്നു അത്? ഡിസ്ക് അകൽച്ച? നട്ടലിന്റെ ഡിസ്ക് ഇങ്ങനെ അകർന്ന് ആ MRI സ്കാൻ ഇരിപ്പുണ്ട് ആ, ആ, ടീച്ചർ. എന്റെ ആ. കയ്യിലെല്ലാം ആ, ജീവിക്കുന്ന അത്രയും മോശം തെളിവുകളാണ്. അവസ്ഥയും വേദനയുമായിരുന്നു. ഇപ്പൊ അത് വേദന കംപ്ലീറ്റ് മാറി. ആ, ഇപ്പൊ കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു. നിലത്താണ് ഇരിക്കുന്നത് അല്ലെ? ഇരുന്ന് പോലും സംസാരിക്കാൻ പറ്റുന്നത്. ഇരുന്ന് പിന്നെ സ്റ്റെപ്പുകൾ ഇന്നലെയാണ് എല്ലാ ദിവസവും ഇപ്പം 24 മണിക്കൂർ ഞാൻ ജോലിയില്ല. ആ, യാത്രകളെ ഞാൻ പ്രണയിക്കണം. മറ്റേ യാത്ര ചെയ്യുന്ന എനിക്ക് ഏറ്റവും ഛർദില് ഞാനിപ്പം തിരുവനന്തപുരം ജില്ലയിൽ ജോലി ചെയ്യുമ്പം ഞാൻ ആലങ്കോട് ഇറങ്ങിയിട്ട് അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് ബസ്സിൽ അങ്ങ് വരെ ടിക്കറ്റ് എടുക്കും. ഓ, പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ചിലപ്പം കല്ലുവാതുക്കെ ഇറങ്ങും, ചിലപ്പോൾ പാലപ്പള്ളിൽ ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ടിക്കറ്റ്. അപ്പോൾ ബസ് കണ്ടക്ടർ എന്തിനാ ഇവിടെ ഇറങ്ങുന്നത്, കാരണം എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി അതെല്ലാം അല്ലേ? മൈൻഡ് സെറ്റ്. ഇപ്പം ബാംഗ്ലൂര്, ഏതെല്ലാം സ്ഥലത്ത്, ഇടുക്കി, അപ്പൊ നമ്മുടെ വയനാട്, മൈൻഡ് സെറ്റ് കോട്ടയം. മാറുമ്പോ ഇതുപോലും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഞാൻ യാത്രയെ പ്രണയിക്കുകയാണ്. പിന്നെ തായ്ലൻഡ് ട്രിപ്പ് ഞാൻ ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ കയറിയിട്ട് ഞാൻ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ഒരു വലിയ അച്ചീവ്മെന്റിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഞാന് ഈ 7-ാം തീയതി നോർവേ, സ്വീഡൻ, ഫിൻലൻഡ് ഈ രാജ്യങ്ങളിൽ ഞാൻ ചൊവ്വാഴ്ച യാത്ര നോർവേ, ചെയ്യുകയാണ്. സ്വീഡൻ, ഫിൻലൻഡ് ഈ 3 രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ആ രാജ്യങ്ങളിൽ ബിസിനസ്സിലൂടെ പോവുകയാണ്. അച്ചീവ് ചെയ്തു. അതെ, ഈ രാജ്യങ്ങളിൽ ഒരുപാട് ട്രിപ്പുകൾ ഞാൻ അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അഫർമേഷൻ. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ സാമ്പത്തികപരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം മാറ്റം വന്നു? സാമ്പത്തിക ഒരു ദിവസം പോലും എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് പൈസ ലഭിക്കാത്ത ഒരു ദിവസം പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഈ ദിവസം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരുപാട് നല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് മെച്ചപ്പെടാൻ, ഒരുപാട് മുന്നോട്ട് പോകാൻ എന്റെ ഇപ്പൊ നമുക്ക് മാസം എത്രത്തോളം ഏകദേശം വരുമാനം, നമ്മുടെ റിട്ടയർമെന്റ് പെൻഷൻ കൂടാതെ നമുക്ക് എത്രത്തോളം ഈ ബിസിനസ്സിൽ ഒരു ആവറേജ് നമുക്ക് എടുക്കുവാണെങ്കിൽ ചില മാസങ്ങളിൽ 2-2.5 ലക്ഷം രൂപയോളം എനിക്ക് കിട്ടുന്ന മാസമുണ്ട്. പിന്നെ കുറച്ച് സമയം എനിക്ക് കുറച്ച് വർക്കിനായിട്ട് പോകാൻ കഴിയാത്ത ഒരു ആവറേജ് ഒരു 50,000 എബോവ് എന്തായാലും എനിക്ക് എല്ലാ മാസവും കൂടാതെ നമുക്ക് എല്ലാ മാസവും നേടാൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് കൂടാതെ ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വീട് ഈ പറഞ്ഞ പോലെ 33 വർഷം ഈ പ്രശ്നങ്ങളായിട്ട് കീരിയും പാമ്പും പോലെ ജീവിച്ചവരെ ഇന്ന് വീട് സ്വർഗതുല്യമായോ? ഇന്ന് ഹസ്ബൻഡ് ഞാനുമായിട്ട് വലിയ റിലേഷനാണ്. പിന്നെ എനിക്ക് എല്ലാം ചെയ്തു തരാന്, വീട്ടിലെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ, ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒത്തിരി വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ 4 മണി ഹസ്ബൻഡോട് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയതും എല്ലാ കാര്യങ്ങളും സ്വർഗതുല്യമായോ? തുല്യമായി. വീട് ഭയങ്കര ഹാപ്പിനെസ് ആയി എല്ലാ മേഖലയിലും. ശരിക്കും പറഞ്ഞപ്പം ഒരുപാട് ഹെൽത്ത് സാമ്പത്തികമായ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു മക്കളുടെ വിദ്യാഭ്യാസമായിട്ടൊക്കെ. അതെല്ലാം എനിക്ക് ഒരു പരിധി വരെ തരണം ചെയ്ത് തീർക്കാൻ എന്തായാലും ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തുകൊണ്ട്, കാരണം ഫുൾ ടൈം ഞാൻ ഹാപ്പിയാണ്. എങ്ങനെ മറ്റുള്ളവരെ എനിക്ക് കിട്ടിയ ഈ ഒരു അനുഗ്രഹം അനേക വ്യക്തിത്വങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് എന്റെ ഫ്രണ്ട്സിന്റെ സ്റ്റുഡൻസ് അവിടെ കയറി. ഇതിലും കുറച്ച് പേര് ഞാൻ നമ്പർ കൊടുത്ത് ടീച്ചറമ്മയുടെ എന്റെ അത്രയും നെഗറ്റീവ് ഇല്ലായിരിക്കും, എന്നാലും അവർ അത്രയും നെഗറ്റീവ്, നീ എങ്ങനെയാ മാറിയത്, നിനക്ക് ആരോഗ്യം സൗന്ദര്യം ഒക്കെ വർദ്ധിച്ച് നല്ല എപ്പോഴും ചിരിക്കാൻ, ആരെ കണ്ടാലും ചിരിക്കാൻ നല്ലതുപോലെ പഠിപ്പിച്ച്, പിന്നെ മറ്റൊരാളോട് എനിക്കിതിൽ നിന്ന് പറയാനും ഒരു കാര്യമാണ്, ആരോടും പറയാനുള്ളത് നമുക്ക് അറിയേണ്ട അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല.
അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക് എന്നെ എത്തിച്ചത് ടീച്ചറമ്മയുടെ ക്ലാസ് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങും ചെന്ന് ഇപ്പൊ മറ്റേത് എവിടെ ചെന്നാലും അവര് നമ്മളെ ശ്രദ്ധിക്കുവാണോ, അവര് നമ്മളെ കുറ്റം പറയുവാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എനിക്കൊരു കുറ്റവും ഇല്ല പറയാൻ. പിന്നെ ആരെന്ത് പറയാൻ, അവര് പറയാനുള്ളത് നെഗറ്റീവ് പറയട്ടെ എന്നുള്ള ഒരു ചിന്ത അതാണ് മാത്രമേ ഉള്ളൂ. അതാണ് എപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ ഒരു ടീച്ചറമ്മയുടെ ആ ഒരു ബുക്ക് ഞാൻ എടുത്ത് ഞാൻ രാവിലെ ആ ആ. കാൽച്ചുവട്ടിൽ വെച്ച് സത്യം ആ ടീച്ചറമ്മയുടെ കാൽച്ചുവട്ടിൽ ഞാൻ നമസ്കരിച്ച് എന്റെ സത്യമായ ഒരു ദിവസം ഞാൻ പോകുന്നത് ബിസിനസ്സിന് ഞാൻ ഒരാളെ കാണാൻ പോകുന്നത് എന്ത് കാര്യത്തിനും ഇറങ്ങുന്നത് ഞാൻ ടീച്ചറമ്മയുടെ ഒരു അനുഗ്രഹം ഗുരുവിന്റെ ഒരു അനുഗ്രഹം വാങ്ങിക്കൊണ്ട എന്റെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം എന്റെ ഹസ്ബൻഡിന്റെ അനുഗ്രഹത്തോടൊപ്പം അതേ സ്ഥാനത്ത് ഇച്ചിരി കൂടെ ഒരു പടി എന്റെ ടീച്ചറമ്മയാണ് എന്നെ ഇന്ന് ഈ അവസ്ഥയിൽ ആരോഗ്യത്തെ എന്നെ വീണ്ടെടുത്ത് ഞാൻ ഇപ്പൊ സ്ട്രോങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഹാപ്പിനെസ് എനിക്കുണ്ട്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഹാപ്പിനെസ്. എന്റെ കുടുംബക്കാരെല്ലാം ഇപ്പൊ അവരെല്ലാം എന്നോടൊപ്പം ഞാൻ പറയുന്ന ഒരു വാക്ക് കാത്തിരിക്കുക അവരെല്ലാം. Good. എന്നെ എന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഓരോ മേഖലയിലും ഞാൻ ഇപ്പം എന്ത് പറയണമെന്ന് തന്നെ എനിക്ക് അറിയില്ല. എന്റെ അതായത് നമ്മൾ ജീവിതത്തിൽ പരിപൂർണ്ണ ആരോഗ്യം മാനിഫെസ്റ്റ് ചെയ്തു. ഇപ്പൊ എല്ലാവരുമായിട്ടുള്ള ഹസ്ബൻഡ് കൂടാതെ ബാക്കി എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയി അല്ലേ? ആ. പെർഫെക്റ്റ് ആയി. പിന്നെ ഉം. എന്ത് ഞാൻ വിചാരിക്കുന്നത് മനസ്സിൽ ആഗ്രഹിക്കുക എനിക്ക് ഇന്നത് ഒരു വേണം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ അത് എത്തുക. ഉം. ഏത് കാര്യങ്ങളും അത് എന്റെ മുമ്പിൽ എന്റെ ദൈവം എത്തിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ എന്ത് ഞാൻ ചിന്തിക്കുന്ന ഏത് കഴിക്കാനുള്ള ഒരു സാധനം, ഡ്രസ്സ്, എന്ത് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യണം ഞാൻ ചിന്തിക്കാതെ ടീച്ചറമ്മ ബാംഗ്ലൂര് പോയിട്ട് വന്നപ്പം അവിടൊക്കെ ഒന്ന് കാണണം, ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യണമെന്ന് പറയും. ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്കത് മാനിഫെസ്റ്റ് ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാനത് ചെയ്യാനുള്ള കാരണം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ ചെയ്യാറുണ്ട്. ഞാൻ 100% ഇത് ചെയ്താൽ എനിക്ക് റിസൾട്ട് ആണ് എന്ന് എന്റെ നേരിട്ടുള്ള അനുഭവത്തിന്റെ അനുഭവമാണ്. വെളിച്ചത്തിൽ. ഓക്കെ, അതെ. ഇതിനെക്കുറിച്ചൊന്നും വിശ്വാസമില്ല, ഇതൊക്കെ വർക്ക് ചെയ്യും. കാര്യം ഒരുപാട് മനുഷ്യർ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ, ജോലിയില്ല, പൈസയില്ല, സന്തോഷമില്ല. അവരോട് മാമിന് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. നമ്മളെ ഉള്ളില് നമ്മൾ ഒരാളെ അംഗീകരിക്കണം. എനിക്ക് കഴിവില്ല. എന്റെ കഴിവില്ലാത്ത ഒരാൾ ഇത്രയും പഠിച്ച് ഇത്രയും എത്രയോ വർഷത്തെ സാക്രിഫൈസ് ആണ് ഈ രീതിയിൽ മറ്റുള്ളവരെ സ്വന്തമായിട്ട് നേടിയെടുത്ത് ആർക്കും വാഗൊണ്ട് എന്തും പറയാം. ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല. ഏട്ടിലെ പശുവിന് ഇങ്ങനെ വായനയിലൂടെ മാത്രമേ അത് റിസൾട്ടിലൂടെ കാണിച്ചു തരിക എന്ന് വെച്ചാൽ ഇത് ഒരു പ്രാക്ടിക്കൽ അല്ല എല്ലാവർക്കും. പതിനായിരങ്ങളോ ലക്ഷങ്ങളോ എടുത്താൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വന്തം ജീവിത അനുഭവങ്ങൾ കാണിച്ചു തന്നിട്ട് മാത്രമേ ഒരാള് അതിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുരുവായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ ശരിക്കും ആ ഗുരുവിന്റെ പാതാര ബിന്ദത്തിൽ ടീച്ചറമ്മയുടെ ഒരു വാക്ക് കടമെടുത്തു കഴിഞ്ഞാല് നമ്മൾ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുത്ത കാര്യങ്ങള് നമ്മൾ വാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞ ആ ഗുരുവിന്റെ മുമ്പില് നമ്മള് ഒരു ശിഷ്യത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വലിയവൻ എന്നില്ല ചെറിയവൻ എന്നില്ല. എത്ര വർഷത്തെ കഠിനമായ പ്രാക്ടീസിന്മേൽ പ്രാക്ടീസും അവരുടെ അധ്വാനവുമാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു വാക്ക് പറയാൻ നമ്മൾ ഒരാൾക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ ഇത് ഇടയാക്കുന്നത്. അത് പൂർണ്ണമായിട്ടും പറയുന്നത് അവരെ ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. അവരെ ആരും ആയിക്കോട്ടെ അവരെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ആദ്യം അവർക്കൊരു അംഗീകാരം ഒരു ബഹുമാന്യത കൊടുത്തെങ്കിൽ മാത്രമേ കുറ്റം പറഞ്ഞാൽ ഒരിക്കലും അവരുടെ കുറവുകള് കുറ്റങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഞാനത് ശരിയാണെന്ന് എന്റെ നടുവിന്റെ വേദന മാറിയപ്പോൾ ആദ്യം ഞാൻ മനസ്സിലാക്കി. നട്ടെല്ലിന്റെ വേദന പിന്നെ എനിക്ക് സമ്പത്ത് ആ -0 കിടന്ന ഞാന് ഒരു പെൻഷൻ ഒന്നും എടുക്കാൻ ഒക്കത്തില്ല. ലോൺ എടുക്കാൻ ബാങ്കിലോട്ട് ചെന്നിട്ട് കഴിയുമ്പോൾ പിന്നെ 5ന്റെ പൈസ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് എന്ത് വാങ്ങാൻ കഴിയും. ശരിക്കും കുറച്ച് ഞാൻ 4 മാസമാണ് ടീച്ചറമ്മയുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട്. ആ 4 മാസത്തിൽ 1 മാസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പൂർണ്ണമായിട്ട് കഴിയും. അതെനിക്ക് സങ്കടം. കാരണം എന്ന് വെച്ചാല് ഞാനിപ്പം പ്ലാറ്റിനം ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അടുത്ത മാസം കൊണ്ട് എനിക്ക് അതും പൂർണ്ണമായിട്ട് ടീച്ചറമ്മയോടൊപ്പം എനിക്ക് ബാക്കി ആക്ടിവിറ്റീസ് ചെയ്യണം. ഇത് 100 കണക്കിന് ആളുകൾക്ക് ഇത് റിസൾട്ടാണ്. എന്റെ റിസൾട്ട്. എനിക്ക് മാറാൻ കഴിയാൻ ലോകത്ത് ഫുള്ള് നെഗറ്റീവായിരുന്ന എനിക്ക് മാറാൻ കഴിയുമെങ്കിൽ എന്നെ പോലുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ ഈ ഒരു ക്ലാസ് ഇത് ശരിക്കും എങ്ങും കിട്ടുന്നതല്ല.
ഇനി എത്ര കോടികൾ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അത് അനുഭവിക്കാൻ, സന്തോഷിക്കാൻ നമുക്ക് ഇടയാക്കില്ല. ഉണ്ടാക്കിയ പണം മൊത്തം ഒരിടത്ത് വെച്ചോണ്ട് അത് വല്ലവരും അടിച്ചോണ്ട് പോകും. എനിക്കത് അനുഭവിക്കാൻ കഴിയും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങാൻ കഴിയുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, നല്ലൊരു പ്ലേസ് കാണാൻ പറ്റുന്നില്ല, നല്ലൊരു ആഭരണം ഇടാൻ പറ്റുന്നില്ല. ഇതൊന്നുമില്ലാതെ ഞാൻ ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? കുറച്ചു കാലം ഈ ഭൂമിയില് നൈമിഷികങ്ങളായ നമ്മുടെ ജീവിതം നമ്മള് ചെറുതായി കാണാതെ നമ്മളത് വലുതായിട്ട് ഉള്ള ദിവസങ്ങൾ, ഇനി എനിക്കൊരു 2500 3000 ദിവസങ്ങളായിരിക്കും എണ്ണിയാൽ ഉണ്ടാകുന്ന എന്റെ ആയുസ്സില്, എന്റെ പ്രായമായിട്ട് ഏജ് നോക്കുമ്പോൾ. ആ ദിവസം നമുക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദമായ ഒരു കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയാൽ, അത് എന്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഇപ്പൊ ടീച്ചറമ്മയിലൂടെ ഞാൻ പഠിച്ച പാഠം. ഈ നെഗറ്റീവ് ചിന്താഗതി മാറ്റി എന്നെക്കാൾ കഴിവുള്ളവരാണ് എന്റെ മുമ്പിൽ വന്നത്. എനിക്കിത് പറയാനോ പഠിപ്പിക്കാനോ ഉള്ള അത്രയും കഴിവില്ല. എനിക്ക് എന്റെ കഴിവല്ല ടീച്ചറമ്മയുടെ കഴിവ്. മറ്റൊരാൾക്ക് കഴിവ്, വേറെ ഒരുപാട് കഴിവാണ്. പക്ഷെ ഈ കഴിവ് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ഇത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പാണ് ടീച്ചറമ്മയുടെ ഈ ഒരു ക്ലാസ്. ഇത് ഈ ലോകത്തിലെ, ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ അനേക വ്യക്തിത്വങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ക്ലാസ് ആക്കുകയും വ്യക്തിത്വമാക്കി ആരോഗ്യത്തോടെ ദീർഘായുസോടെ ടീച്ചറമ്മയെ ദൈവം നിലനിർത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. കൂടുതൽ എന്റെ വിശേഷങ്ങളും എന്റെ ഒരുപാട് നേട്ടങ്ങളും വരും ദിവസങ്ങളിൽ ഞാൻ ടീച്ചറമ്മയായിട്ട് പങ്കുവയ്ക്കും. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ടീച്ചറമ്മയ്ക്കും കുടുംബത്തിനും, പ്രത്യേകിച്ച് ഹസ്ബൻഡിന് നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറയ്ക്ക്, മാതാവിന്, ആ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം ടീച്ചറമ്മ. താങ്ക് യു.